ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്കെച്ചിൻ്റെ കുറച്ച് ടൂൾസ് പഠിച്ചായിരുന്നു. ഇനി സ്കെച്ചിൽ തന്നെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനായിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ അതിലൊന്നാണ് ബ്ലോക്ക് എന്ന് പറയുന്ന ടൂള്. ബ്ലോക്ക് നമ്മൾ ഓട്ടോകാഡിലൊക്കെ പലർക്കും അറിയായിരിക്കും. ഒരു ഒബ്ജക്റ്റിനെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിനെ നമുക്കൊരു സിംഗിൾ ഒബ്ജക്റ്റാക്കി നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എത്ര കോപ്പി വേണമെങ്കിലും നമുക്കതിന് നമ്മളെ ഇൻ്റർഫേസിലോട്ട് കൊണ്ടുവരാനും പറ്റും. അങ്ങനെയുള്ളൊരു ടൂളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആദ്യം ഒരു ബ്ലോക്ക് ആക്കാനുള്ള ഒബ്ജക്റ്റുകൾ വേണം. അപ്പോൾ ഇതിലൊന്നുമില്ല, ഞാൻ ഒന്ന് രണ്ട് ഒബ്ജക്റ്റുകൾ വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു, അതുപോലെ ഒരു സർക്കിളും വരച്ചു. അത് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്യാനായിട്ട് മെനു ബാറിൽ ടൂൾസിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മേക്ക് കൊടുക്കുക. ഇങ്ങനൊരു പ്രോപ്പർട്ടി മാനേജർ വരും. അതിൽ ബ്ലോക്ക് എൻറ്റിറ്റീസിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട്. ബ്ലോക്ക് ആക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ മാറിയിട്ട്, ഇപ്പം ഞാൻ ഈ ബ്ലോക്ക് ഈ ഒറിജിനായിട്ട് കോയിൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് തന്നെ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റാണ്. ഒന്നിൽ കൂടുതൽ എത്ര ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞാലും ഇതെല്ലാം കൂടി ഒറ്റൊരു ഒബ്ജക്റ്റായി മാറും. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവരാനായിട്ട് മെനു ബാറിൽ ടൂൾസിൽ നേരത്തെ പോയതുപോലെ തന്നെ ബ്ലോക്സിൽ ഇൻസർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതുപോലെ അതിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് അത് കഴിഞ്ഞു അടുത്തിന് മറ്റൊരു ടൂളാണ് ബെൽറ്റ് ഓർ ചെയിൻ എന്ന് പറയുന്ന ടൂൾ. നമുക്കത് അങ്ങനെ ആവശ്യമുള്ള ടൂളല്ല. ജസ്റ്റ് നിങ്ങൾ കൺസ്ട്രെയിൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ക്ലിയർ ആയോന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയിൻ ബെൽറ്റ് ഓർ ചെയിനാണ്. അപ്പോൾ നമുക്ക് രണ്ട് വീല് വേണം. വീല് നമുക്ക് ആദ്യം വരയ്ക്കാം. ഞാൻ വീല് വരയ്ക്കാനായിട്ട് ഞാൻ രണ്ട് സർക്കിൾ ആദ്യം വരച്ചു. രണ്ടെണ്ണം കൂടി വരയ്ക്കാം. അപ്പോൾ 4 സർക്കിൾ ഞാൻ അതുപോലെ വരച്ചു. അത് കഴിഞ്ഞ് ലൈനെ ക്രോസ് ചെയ്ത് വരച്ചു. ഓഫ്സെറ്റ് എൻറ്റിറ്റീസ് എടുത്തു, ലൈൻ സെലക്ട് ചെയ്തു. നമുക്കിപ്പോൾ രണ്ട് സൈഡ് ലൈൻ വേണം. അതുകൊണ്ട് ബൈ ഡയറക്ഷനിൽ കൊടുക്കുക. ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഞാനതൊരു 5 ആക്കി. അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക. നടുക്കത്തെ ലൈൻ നമുക്ക് വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തു. ട്രിം എടുക്കുക. ഇവിടെ നിന്ന് ട്രിം ചെയ്തു, ട്രിം ചെയ്തു. അതുപോലെ താഴെ ഉണ്ടാവും, ട്രിം ചെയ്തു. ഇനി ഇതിനകത്തുനിന്നും കൂടി നമുക്ക് ട്രിം ചെയ്യാം. അത് കഴിഞ്ഞ് അതിൽ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാൻ ഇതിപ്പോൾ എൻ്റെ രീതിയിൽ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇതിൽ എൻറ്റിറ്റീസായിട്ട് ഈ 4 ലൈൻസ് ഞാൻ സെലക്ട് ചെയ്യണം. 4 ലൈൻ സെലക്ട് ചെയ്തു. ഇതെനിക്ക് ഇപ്പോൾ എണ്ണം 4ആണ് കിടക്കുന്നത്. ഞാൻ മാറ്റി 3 ആക്കി. ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ ഒരു വീലായിട്ടുണ്ട്. വീലിൻ്റെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇത് നമുക്കിതിനെ ബ്ലോക്ക് ആക്കാം. ആദ്യം ബ്ലോക്ക് അറിയാമല്ലോ. ടൂൾസ് എടുക്കുക, ബ്ലോക്സിൽ മേക്ക് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഇത്രയും ഒബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം സെലക്ട് ആക്കി ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് മാറി. നമുക്കിപ്പോൾ ഒരു വീലായി. നമുക്ക് ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ കൊടുക്കാനായിട്ട് 2 വീല് വേണം. രണ്ടാമത്തെ വീല് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വരയ്ക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇതിലിപ്പോൾ ഞാൻ ഇതിനെ തന്നെ ഒന്നുകൂടി സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാം. സ്കെയിൽ ചെയ്തോ ഇതുപോലെ കൊണ്ടുവരാം. ബ്ലോക്ക് എടുക്കുക. ഇൻസെർട്ടിൽ പോയിട്ട് ബ്ലോക്ക് എടുക്കുക. മെനു ബാറിൽ ടൂൾസിൽ ബ്ലോക്ക് എടുക്കുക. അതിൽ ഇൻസെർട്ട് കൊടുക്കുക. ഇതിപ്പോൾ ആദ്യത്തെ ബ്ലോക്കാണ്, ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കാണ് വേണ്ടത്. സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സൈസ് ആദ്യം ചെയ്ത ബ്ലോക്കിൽ ആദ്യം നമ്മൾ വരച്ച സൈസ് തന്നെയാണ്. നമുക്ക് സൈസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിലിപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതവിടെ സ്കെയിൽ ഫാക്ടർ കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. 0.5 കൊടുക്കുകയാണെങ്കിൽ നേരെ പകുതിയാവും. 0.5 വേണ്ട, ഞാനൊരു 0.7 കൊടുക്കുകയാണ്. 0.7 കൊടുത്തിട്ട് ആ ഒരു വീലും ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ കൺസ്ട്രെയിൻ ഒന്നുമല്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ നീക്കി വെക്കാം. അതുപോലെ തന്നെ ഈ വീലിനെയും ഇങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കാം.
അപ്പോൾ നമുക്ക് വീല് ചെയ്യാനായിട്ട് നമുക്കൊരു പോയിൻറ്റിന് അബൌട്ട് ചെയ്ത് ഈ വീല് കറങ്ങുന്ന രീതിയിൽ കൺസ്റ്റൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒന്നാമത്തെ വീലിനെ ഒറിജിനിൽ പ്ലേസ് ചെയ്യണം. നമുക്കൊന്നിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ആ പോയിൻറ്റിനെ ഡ്രാഗ് ചെയ്ത് ഒറിജിനിൽ കൊണ്ടുവെക്കാം. ഇപ്പോൾ ഇവിടെ കൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, മൂവ് ആവുന്നില്ല, റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവെക്കാന്നല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഈ പോയിൻറ്റിങ് സെലക്ട് ചെയ്ത് ഈ കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്ത് ഈ പോയിൻറ്റും കൂടെ സെലക്ട് ചെയ്ത് കോയിൻസിഡൻറ്റ് കൊടുത്താലും നമുക്കവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമുക്ക് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി ലീനിയർ മൂവ്മെൻറ്റ്സ് എല്ലാം ലോക്കായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ലോക്ക് ചെയ്യണം. ഇത് നമുക്ക് ഇവിടെ കൊണ്ട് ലോക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും ലോക്ക് ചെയ്യണം, ഒരല്പം മാറ്റി ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ലൈൻ വരച്ച് ലോക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ലൈൻ വരയ്ക്കുന്നില്ല, കൺസ്ട്രെയിനിൽ തന്നെ ഒരു കാര്യം കൂടി പറയാം. ലൈൻ വരയ്ക്കാതെ എങ്ങനെ നമുക്കിതിൽ കൺസ്ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ പോയിൻ്റ് സെലക്ട് ചെയ്തു, ഈ പോയിൻ്റ് സെലക്ട് ചെയ്തു. ഇത് രണ്ടും നമുക്ക് ഹൊറിസോണ്ടൽ ആക്കണം. ഹൊറിസോണ്ടൽ അല്ല, ഓക്കെ അറിയാം, ഹൊറിസോണ്ടൽ അല്ല, രണ്ട് ലെവലിലിരിക്കുകയാണ്. ഹൊറിസോണ്ടൽ ആക്കണം. ഈ പോയിൻറ്റും സെലക്ട് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ കൊടുക്കുക. രണ്ടും ഒരേ ലെവലിലാവും. ഓക്കെ, ഇപ്പോൾ ഇത് ലെവൽ മുകളിലോട്ടും താഴോട്ടും പോകില്ല, പക്ഷേ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇത് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ലോക്ക് ചെയ്യണം. അതിന് നമുക്ക് ഡയമെൻഷൻ എടുക്കുക. ഈ പോയിൻറ്റും സെലക്ട് ചെയ്ത് ഡയമെൻഷൻ കൊടുക്കുക. ഇതിപ്പോൾ ഈ വീല് ഈ ഒറിജിനിൽ ലോക്കായി ഇങ്ങനെ റൊട്ടേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീല് ഇവിടെയും റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബെൽറ്റ് ഓർ ചെയിൻ എന്ന് പറഞ്ഞ ടൂൾ എങ്ങനെ ചെയ്യും നോക്കാം. മെനു ബാറിൽ ടൂൾസിൽ സ്കെച്ച് എൻറ്റിറ്റീസ് എടുക്കുക. മെനു ബാറിൽ ടൂൾസിൽ സ്കെച്ച് എൻറ്റിറ്റീസ് എടുക്കുക. അതിൽ ഇവിടെ ഉണ്ടാവില്ല, താഴെ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറച്ച് ടൂൾസ് കൂടി ഉണ്ടാവും. അതിൽ ബെൽറ്റ് ഓർ ചെയിൻ എടുക്കുക. ബെൽറ്റ് മെമ്പേഴ്സ് ഇതിൻ്റെ ഔട്ടർ സർക്കിളും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് രണ്ട് ലൈൻസ് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം മറ്റേ വീലും റൊട്ടേറ്റ് ആകും. നമുക്ക് വേറെ യൂസ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അതൊരു ടൂള്. ഇനി ഒന്ന് മേക്ക് പാത്ത് എന്ന് പറയുന്നൊരു ടൂളാണ്. മേക്ക് പാത്ത്, അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ടാൻജൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റാക്കി മാറ്റാനുള്ള ഒരു ടൂളാണ് മേക്ക് പാത്ത് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നത് മനസ്സിലാവും. നമുക്കൊരു ക്യാമിൻ്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒരു സ്കെച്ചിൽ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സർക്കിൾ വരച്ചു, ഒരു ചെറിയ സർക്കിൾ കൂടി വരച്ചു. രണ്ട് ലൈൻസും ഈ രണ്ട് സർക്കിളും രണ്ട് ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് സർക്കിൾ സെലക്ട് ചെയ്യുക, ലൈന് സെലക്ട് ചെയ്ത് ടാൻജൻ്റ് ഉണ്ടാവും, ടാൻജൻ്റ് കൊടുക്കുക. വീണ്ടും സർക്കിൾ സെലക്ട് ചെയ്യുക, ലൈന് സെലക്ട് ചെയ്യുക, ടാൻജൻ്റ് കൊടുക്കുക. ലൈന്, സർക്കിള്, ടാൻജൻ്റ്, സർക്കിള്, ലൈന്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറ്റി കൊടുത്താലും കുഴപ്പമില്ല, ടാൻജൻ്റ്. ഓക്കെ, ഞാൻ ട്രിം ചെയ്യാൻ സൗകര്യത്തിനാണ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ട്രിം എടുക്കുക. ഒരു ക്യാമിൻ്റെ ഒരു സ്കെച്ചായിട്ടുണ്ട്. നമുക്ക് കൺസ്ട്രെയിൻ, അതായത് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യണം. പക്ഷേ നല്ല റൊട്ടേഷൻ നിർത്തിക്കൊണ്ട് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നമുക്കിത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യിക്കണം, അതുകൊണ്ട് റൊട്ടേഷൻ നിർത്തിക്കൊണ്ട് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊടുത്തു നോക്കാം. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക. ഇതിൻ്റെ റേഡിയസ് ഇത് മാറണ്ട, ഞാനൊരു 45 കൊടുത്തു. അടുത്ത് ഇതിൻ്റെ റേഡിയസ് അതൊരു 25 കൊടുത്തു. പിന്നെ ഒന്ന് ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്ററുള്ള ഡിസ്റ്റൻസ് ഒരു 70 കൊടുത്തു. ഇത്രയും കൺസ്റ്റൻസ് ഞാൻ കൊടുത്തു. നമുക്ക് റൊട്ടേറ്റ് നോക്കാം, എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ നോക്കാം. വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് കൺസ്റ്റൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്കെച്ചിൽ ചെറിയ പ്രശ്നങ്ങൾ വരും. കംപ്ലീറ്റ് കൺസ്റ്റൻ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. ചിലപ്പോൾ ഒരു ലൈന് കൊടുത്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. നമുക്ക് ആവശ്യമില്ല, നമുക്കൊരു കൺസ്ട്രക്ഷൻ ലൈനാക്കി മാറ്റാം. അതിന് പ്രശ്നമുണ്ട്.
ഇച്ചിരി പ്രശ്നമുണ്ട്. ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കൂടി ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി. ഫോളോവറിനായിട്ട് ഞാൻ ചോദിച്ചൊരു വേറൊരു സ്കെച്ച് വരച്ചു. അതിന് പറ്റാവുന്ന ഡയമെൻഷൻസ് ഒക്കെ കൊടുക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാക്കിയതിന് ഈ ഫോളോവറിന്. അപ്പോൾ ഇതിൻ്റെ ഈ ആർക്കും ഇതിൻ്റെ ഫുള്ള് പ്രൊഫൈൽ, ഈ ഒരു ഫുള്ളും നമുക്ക് ടാൻജൻ്റ് ആക്കേണ്ടതാണ്. പക്ഷേ ടാൻജൻ്റ് കൊടുക്കാൻ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ പറ്റുള്ളൂ. ഒന്നുകിൽ ലൈനും ഈ ആർക്കും, അല്ലെങ്കിൽ ഈ ആർക്കും ഈ ആർക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ, ഇങ്ങനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സിംഗിൾ പാത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് 2 ടാൻജൻ്റ് എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മെനു ബാറിൽ ടൂൾസിൽ സ്കെച്ച് ടൂൾസ് എടുക്കുക. അതിൽ മേക്ക് പാത്ത് എന്ന് പറഞ്ഞ ടൂളുണ്ടാവും. മേക്ക് പാത്ത് അതെടുക്കുക. 1, 2, 3, 4 ഇത് 4 കൂടി സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയി. നമുക്ക് കാണുമ്പോൾ വ്യത്യാസം തോന്നില്ല, പക്ഷേ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒറ്റ ക്ലിക്കിൽ സെലക്ട് ആയിക്കോളും. മേക്ക് പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ ഈ ആർക്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ടാൻജൻറ്റ് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു കൺസ്ട്രെയിൻ്റ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതും തമ്മിൽ വെർട്ടിക്കലാക്കണം. കൺസ്ട്രെയിൻസ് കറക്റ്റാണ് കൊടുക്കാത്തതുണ്ട്. അതായത് കുറേ ലൈൻസ് ബ്ലൂ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇതുപോലെ ടാൻജൻറ്റ് വെച്ചിട്ട് നമുക്കിതിനെ കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര തന്നെയാണ് നമുക്ക് സ്കെച്ചിൽ ഞാൻ പറയാൻ വന്നത്. ബാക്കി ഇനിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫീച്ചേഴ്സിലുള്ള ബാക്കി ടൂൾസ് ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യം എക്സ്ട്രൂഡ്, റിവോൾവ്, ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്ട് മോഡലിംഗ് ടൂൾസാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കാം. ഓക്കെ.